യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം 1-ാമത്തെ വാക്യമാണ്. അവിടെ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു, അശൂർ രാജാവായ സാർഗോൺ, അതായത് ഈ അശൂർ എന്ന രാജ്യത്തെ സാർഗോൺ എന്ന രാജാവ് ഭരിച്ചിരുന്നു. വേദപുസ്തകത്തിൽ അല്ലാതെ ലോക ചരിത്രത്തിലോ അശൂർ രാജാക്കന്മാരുടെ ചരിത്രത്തിലോ അങ്ങനെ ഒരു രാജാവ് ജീവിച്ചിരുന്നതായി ഒരു കാലഘട്ടം വരെ യാതൊരു തെളിവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിന്റെ ദൈവനിശ്വാസീയതയെ എതിർക്കുന്ന പ്രഭാഷകര്, വിജ്ഞാനകോശത്തിന്റെ എഴുത്തുകാരും വേദപുസ്തകത്തിൽ പിശകില്ല എന്ന് പറയുന്നത് ചുമ്മാതാണ്. യെശയ്യാ 21 പറയുന്ന സാർഗോൺ എന്ന രാജാവ് ജീവിച്ചിരുന്നിട്ടില്ല, അശൂരിനെ ഒട്ടും ഭരിച്ചിട്ടുമില്ല. ജനിക്കാത്ത, ജീവിക്കാത്ത, ഭരിക്കാത്ത ഒരു രാജാവുണ്ടായിരുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. അതുകൊണ്ട് വേദപുസ്തകം തെറ്റാണ്. അവരത് പ്രചരിപ്പിച്ചുകൊണ്ടേ നടന്നു. വിജ്ഞാനകോശങ്ങൾ എഴുതി പിടിപ്പിച്ചു. ഒന്നിനേറെ പറയുന്ന ഒരു കാലത്ത് എൻസൈക്ലോപീഡിയ വേദപുസ്തകത്തിൽ പിശകുണ്ട് എന്നതിന് ഉപോത്ബലകമായി ആ കാര്യം രേഖപ്പെടുത്തുകയുണ്ടായി. എന്നാൽ AD 1482 പോളമയിൽ ബോട്ട എന്ന് പറയുന്നൊരു ഭൂഗർഭ ഗവേഷകൻ അശൂരിന്റെ തലസ്ഥാനമായ നിനവെ പട്ടണം ഉത്ഖനനം നടത്തി. അങ്ങനെ ഭൂഗർഭ ഗവേഷണം നടത്തി ചെല്ലുമ്പോൾ ധാരാളം ശിലാഫലകങ്ങൾ അദ്ദേഹത്തിന് കിട്ടി. ആ ശിലാഫലകങ്ങളിൽ അശൂർ രാജാക്കന്മാരുടെ പേരുകൾ ആലേഖനം ചെയ്തിരിക്കുന്നു. ധാരാളം പേരുകളുടെ ഇടയിൽ സാർഗോന്റെ പേരുമുണ്ടായിരുന്നു. അത് മാത്രമല്ല, സാർഗോനെ കുറിച്ച് മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ശിലാലിഖിതങ്ങൾ അദ്ദേഹത്തിന് കിട്ടി. അത് പുരാവസ്തു ഗവേഷക വിഭാഗത്തിന് കൈമാറി. അങ്ങനെ ശാസ്ത്രലോകം ഒന്നടങ്കം അംഗീകരിച്ചു. യെശയ്യാ 21 പറയുന്ന സാർഗോൺ എന്ന രാജാവ് ജീവിച്ചിരുന്നു, അശൂരിനെ ഭരിച്ചിരുന്നു എന്ന്. എൻസൈക്ലോപീഡിയ അടുത്ത എഡിഷനിൽ ഇങ്ങനെ രേഖപ്പെടുത്തി, വേദപുസ്തകത്തിൽ തെറ്റുണ്ട് എന്നതിന് തെളിവായി യെശയ്യാ 21 പറയുന്ന സാർഗോൺ എന്ന രാജാവ് ജീവിച്ചിരുന്നിട്ടില്ല, അശൂരിനെ ഭരിച്ചിരുന്നില്ല എന്ന നിലയിൽ ഞങ്ങൾ രേഖപ്പെടുത്തിയതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. ഞങ്ങൾക്കാണ് പിശക് സംഭവിച്ചത്, വേദപുസ്തകത്തിനല്ല തിരുത്ത് എന്ന് പറഞ്ഞ് പിന്നീട് അക്കാര്യം അവർ രേഖപ്പെടുത്തുകയുണ്ടായി. ഇന്ന് രാത്രി ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഞാൻ ആത്മാഭിമാനത്തോടെ വിളിച്ചു പറയുന്നു, നാം ജീവിക്കുന്ന കാലഘട്ടം വിജ്ഞാന വിസ്ഫോടനം നടക്കുന്ന കാലഘട്ടമാണ്. മറ്റേതൊരു കാലഘട്ടത്തെക്കാൾ മനുഷ്യ മസ്തിഷ്കം ഇവിടെ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. വിജ്ഞാനത്തിന്റെ നീട്ടിയ കരം കൊണ്ട് മനുഷ്യൻ പ്രപഞ്ചത്തെ മുഴുവൻ പിടിച്ചെടുത്ത് അവന്റെ കാൽക്കീഴെ ചവിട്ടി മെതിച്ചിരിക്കുകയാണ്. അന്യഗ്രഹങ്ങളിലേക്ക് മനുഷ്യനെ പറിച്ചു നടാൻ ശാസ്ത്രം അശ്രാന്ത പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ശാസ്ത്ര മനുഷ്യ, നിന്റെ തലച്ചോർ എത്ര വളർന്നാലും, വിജ്ഞാന വിസ്ഫോടനം ഇവിടെ സംഭവിച്ചാലും, വിജ്ഞാനത്തിന്റെ നീട്ടിയ വിരൽ തുമ്പുകൊണ്ട് പ്രപഞ്ചത്തെ മുഴുവൻ നിന്റെ വരുതിയിൽ നിർത്തിയാലും, നാളിതുവരെ ഒരു പിശകുണ്ടെന്ന് ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയാൻ പറ്റാതെ ഇരുന്നതും, ഇനി നാളെയുടെ നീളയിൽ ഒരു പിശകുണ്ടെന്ന് ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയാൻ പറ്റാത്തതുമായ ഏക വിശ്വാസ പ്രഖ്യാപന രേഖ, അതിന്ന് രാത്രി ഞാൻ അഭിമാനത്തോടെ പ്രസംഗിക്കുന്ന, നാം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുമ്പോൾ അധരം തുറന്ന് അഭിമാനത്തോടെ ദൈവത്തിന് സ്തോത്രം പറയാൻ കൃപയും മനസ്സുമുള്ള ദൈവമക്കളുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് നന്ദി പറയാം.